ഹലോ, നമ്മളിനി നമ്മുടെ 6th മൊഡ്യൂൾ പഠിക്കാനുള്ളത് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്, ഇതിന് മുന്നേ നമ്മൾ റോളർ കോമ്പാക്റ്റഡ് കോൺക്രീറ്റ് ആണ് പഠിച്ചത്. റോളർ കോമ്പാക്റ്റഡ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു കോമ്പാക്റ്റിംഗ് എക്സ്റ്റേണൽ എക്യുപ്മെൻറ്റ് റോളർ വെച്ചിട്ട് കോമ്പാക്റ്റ് ചെയ്തിട്ട് സ്ട്രെങ്ത് അച്ചീവ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കോൺക്രീറ്റ്. ഓക്കെ, അടുത്തത് സെൽഫ് കോമ്പാക്റ്റിംഗ് കോൺക്രീറ്റ് ആണ്. സെൽഫ് കോമ്പാക്റ്റിംഗ് കോൺക്രീറ്റ് എന്ന് വെച്ചാൽ ഇറ്റ് സെൽഫ്, അതായത് ആ കോൺക്രീറ്റിന് ഇറ്റ് സെൽഫായിട്ട് കോമ്പാക്റ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ട്. നമ്മളൊരു എക്സ്റ്റേണൽ ഏജൻറ്റോ വൈബ്രേറ്ററോ അല്ലെങ്കിൽ ഇതുപോലെ റോളേഴ്സോ അങ്ങനെ ഒരു എക്സ്റ്റേണൽ ഏജൻറ്റോ ഒന്നിൻ്റെ ആവശ്യമില്ലാതെ അത് സ്വന്തമായിട്ട് ആ കോൺക്രീറ്റിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സെൽഫ് കോമ്പാക്റ്റിംഗ് പ്രോപ്പർട്ടിയാണ് കോൺക്രീറ്റിനുള്ളത്. അതായത് സെൽഫ് കൺസോളിഡേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ സെൽഫ് കോമ്പാക്റ്റിംഗ് എന്ന് പറയാം. ഓക്കെ, അതായത് വർക്കബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ അതിന് വർക്കബിലിറ്റി കൂടുതലായതുകൊണ്ട് നമ്മൾ കോമ്പാക്റ്റ് ചെയ്യാണ്ട് തന്നെ ഈ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഇടയിലേക്ക് തന്നെ എല്ലാം ഇത് ഫ്ലോ ചെയ്തിട്ട് കോമ്പാക്റ്റ് ചെയ്തിട്ട് സെൽഫായിട്ട് അത് കോമ്പാക്റ്റ് ചെയ്തിട്ട് സ്ട്രെങ്ത് അച്ചീവ് ചെയ്യും. ഓക്കെ, കോമ്പാക്ഷൻ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് കോൺക്രീറ്റാണ് നമ്മളെ SCC എന്നാണ് നമ്മൾ പൊതുവേ പറയുന്നത്. ഒരു സ്പെഷ്യൽ ടൈപ്പ്, ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് കോൺക്രീറ്റ് ആണ് സെൽഫ് കോമ്പാക്റ്റിംഗ് കോൺക്രീറ്റ്. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ടോപ്പിക്കുമാണിത്. ഓക്കെ, അപ്പോൾ എന്താണ് സെൽഫ് കോമ്പാക്റ്റിംഗ് കോൺക്രീറ്റ് നമുക്ക് നോക്കാം. അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് SCC ഓർ സൂപ്പർ വർക്കബിൾ കോൺക്രീറ്റ് ഓർ സെൽഫ് കോമ്പാക്റ്റിംഗ് കോൺക്രീറ്റ് നമ്മൾ പറയാം. Super workable SCC or self compacting concrete. Okay, is highly flowable or self leveling cohesive concrete that can be spread through and around dense reinforcement under its own weight. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അതായത് അതിൻ്റെ വെയിറ്റ് വെച്ചിട്ട് ഈ കോൺക്രീറ്റ് എന്താണ് കോൺക്രീറ്റ് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഇടയിലേക്ക്, ഡെൻസ് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഇടയിലേക്ക് ഫ്ലോ ചെയ്ത് കൊഹസീവ് ഫ്ലോ ചെയ്തിട്ട് സെൽഫ് ലെവലിംഗ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കോൺക്രീറ്റിനാണ് നമ്മൾ എന്ത് പറയുക, സെൽഫ് കോമ്പാക്റ്റിംഗ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സെൽഫ് കോമ്പാക്റ്റിംഗ് കോൺക്രീറ്റ് ഇസ് എ ഹൈലി ഫ്ലോയബിൾ ആൻഡ് സെൽഫ് ലെവലിംഗ് കോൺക്രീറ്റ് ആൻഡ് ഇറ്റ് ക്യാൻ ബി സ്പ്രെഡ് ത്രൂ ദ ഡെൻസ് റീഇൻഫോഴ്സ്മെൻറ്റ് ആൻഡ് അണ്ടർ ഇറ്റ്സ് ഓൺ വെയിറ്റ്. ഓക്കെ, അടുത്തത് ഇറ്റ്സ് അഡീക്വേറ്റ്ലി ഫിൽ വോയിഡ്സ് വിതൗട്ട് സെഗ്രിഗേഷൻ ഓഫ് ബ്ലീഡിങ്. ഓക്കെ, അത് വോയിഡ്സ് എല്ലാം ഫില്ല് ചെയ്യുന്നു, റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഇടയിലുള്ള വോയിഡ്സൊക്കെ ഫില്ല് ചെയ്യുന്നു, സെഗ്രിഗേഷനോ ബ്ലീഡിങ്ങോ ഒന്നും ഉണ്ടാവാതെ എല്ലാ വോയിഡ്സും ഫില്ല് ചെയ്ത് ലെവൽ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡ്യൂ ടു ഇറ്റ്സ് ഓൺ വെയിറ്റും കൊണ്ട് കോമ്പാക്ട് ചെയ്യുന്ന ഒരു കോൺക്രീറ്റാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, ദെൻ SCC ഡി നോട്ട് റിക്വയർ കോമ്പാക്ഷൻ ത്രൂ വൈബ്രേറ്റർ വൈൽ പ്ലേസിങ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ വൈബ്രേറ്റർ ഒന്നും വെച്ചിട്ട് കോമ്പാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. യൂസ്ഫുൾ ഇൻ സിറ്റുവേഷൻ വെയർ വൈബ്രേറ്റർ ഈസ് ഡിഫിക്കൽട്ട് ആൻഡ് റീഇൻഫോഴ്സ്മെൻറ്റ് സ്റ്റീൽ ഈസ് ഹൈലി കൺജസ്റ്റഡ്. അതായത് നമ്മൾ ചില ടൈപ്പ് ഓഫ് വർക്കിൻ്റെ ബ്രിഡ്ജിൻ്റെ ഒക്കെ കേസിൽ കോൺക്രീറ്റിങ്ങിൻ്റെ കേസിൽ നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് ഇങ്ങനെ കൺജസ്റ്റഡ് ആയിട്ട് അടുപ്പിച്ച് നമ്മൾ കുറേ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ നമുക്ക് വൈബ്രേറ്റർ വെച്ചിട്ട് വൈബ്രേറ്റ് ചെയ്യാൻ പറ്റാതെ വൈബ്രേറ്ററിൻ്റെ നീഡിൽ ഈ റീഇൻഫോഴ്സ്മെൻറ്റ് ഉള്ളിലേക്ക് കൂടി നമുക്ക് കടത്തി വിടാനൊന്നും നമുക്ക് പറ്റില്ല. അത്രയും അടുപ്പിച്ചിട്ടാണ് ഈ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ കമ്പി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ ആവുന്ന കേസിൽ നമുക്ക് എന്താണ് അങ്ങനെ എക്സ്റ്റേണൽ വൈബ്രേറ്റർ ഒന്നും യൂസ് ചെയ്തിട്ട് കോമ്പാക്ട് ചെയ്യാൻ പറ്റാത്ത കേസിൽ, ഡെൻസ് റീഇൻഫോഴ്സ്മെൻറ്റുള്ള കേസിലാണ് നമ്മൾ ഈ സെൽഫ് കോമ്പാക്റ്റിംഗ് കോൺക്രീറ്റ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു എക്സ്റ്റേണൽ ഏജൻറ്റ് യൂസ് ചെയ്യാതെ അത് സ്വന്തമായിട്ട് കോമ്പാക്ട് ചെയ്യും. ഓക്കെ, ഒറിജിനലി ഡെവലപ്ഡ് ഇൻ ജപ്പാനിലാണ് ആദ്യമായിട്ട് ഇത് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, ടെക്നോളജി ഓഫ് SCC is based on increasing fine material like fly ash, limestone, filler, etc. without changing the water content compared to conventional concrete. ഈ സെൽഫ് കോമ്പാക്റ്റിംഗ് കോൺക്രീറ്റിനെ നമ്മളെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് വെച്ചാൽ അതിനകത്തുള്ള ഫൈൻ അഗ്രിഗേറ്റ്സ്, അതായത് ഫൈൻ മെറ്റീരിയൽസിൻ്റെ എമൗണ്ട് നമ്മൾ ഇൻക്രീസ് ചെയ്തിട്ടാണ്. ഫൈൻ അഗ്രിഗേറ്റുള്ള ഫൈൻ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ അഡ്മിഷൻസ്, നമ്മൾ ഫ്ലൈ ആഷ്, അതുപോലെ തന്നെ ലൈംസ്റ്റോൺ ഫില്ലർ എന്നെല്ലാം പറയുന്നത്, ലൈംസ്റ്റോൺ ഫില്ലറൊക്കെ പോലെയുള്ള ഫൈൻ മെറ്റീരിയൽസിൻ്റെ എമൗണ്ട് നമ്മൾ ഇൻക്രീസ് ചെയ്തിട്ട് വാട്ടർ കണ്ടൻറ്റ് കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട്, വാട്ടർ കണ്ടൻറ്റ് ചേഞ്ച് ഒന്നും വരുത്തത്, നമ്മൾ യൂഷ്വലി നമ്മൾ എത്രയാണോ പ്രൊവൈഡ് ചെയ്യുന്നത് അതേ സെയിം വാട്ടർ കണ്ടൻറ്റിൽ പക്ഷേ ഫൈൻ മെറ്റീരിയൽസിൻ്റെ എമൗണ്ട് കൂട്ടിയിട്ടാണ് നമ്മളെന്ത് ഈ സെൽഫ് കോമ്പാക്റ്റിംഗ് കോൺക്രീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് അതിൻ്റെ മെറ്റീരിയൽസ് നോക്കാം. മെറ്റീരിയൽസ് എന്ന് പറയുന്നത് മെറ്റീരിയൽസ് യൂസ്ഡ് സെയിം ആസ് യൂസ്ഡ് ഇൻ കൺവെൻഷണൽ കോൺക്രീറ്റ് യൂസ് ചെയ്യുന്ന സെയിം മെറ്റീരിയലാണ്. ഹൗവർ ടു ട്രാൻസ്ഫോം കൺവെൻഷണൽ കോൺക്രീറ്റ് ടു SCC, അഗ്രിഗേറ്റ് ഷേപ്പ്, സൈസ്, ഗ്രേഡിംഗ്, സിമെൻറ്റ് ആൻഡ് വാട്ടർ കണ്ടൻറ്റ് ആൻഡ് അഡ്മിക്സ്ചർ ഡോസേജ് ഹാഡ് ടു ബി കെയർഫുള്ളി സെലക്റ്റഡ്. അത് സെയിം മെറ്റീരിയൽ തന്നെയാണ്, പക്ഷെ നമ്മൾ ഓരോന്നിൻ്റെയും, അതായത് അഗ്രിഗേറ്റിൻ്റെയും ഫൈൻ അഗ്രിഗേറ്റിൻ്റെയും അതിൻ്റെ സൈസും ഷേപ്പും സിമെൻറ്റിൻ്റെ എമൗണ്ടും അതിൻ്റെ എത്രയാണ് അഡ്മിക്സ്ചർ, അതിൻ്റെ ഡോസേജൊക്കെ നമ്മൾ അതിൻ്റെ മിക്സ് ഡിസൈനിലാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, കെയർഫുള്ളി നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഇനി എന്തെല്ലാം മെറ്റീരിയലാണെന്ന് നോക്കുക. സിമെൻറ്റ് നമ്മൾ ഓർഡിനറി OPC തന്നെയാണ് യൂസ് ചെയ്യുന്നത്, 43 53 ഗ്രേഡ്. കോഴ്സ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് വെൽ ഗ്രേഡഡ് ക്യൂബിക്കൽ ഓർ റൗണ്ടഡ്
ഷേപ്പുള്ള കോഴ്സ് അഗ്രിഗേറ്റ് ആയിരിക്കണം. മാക്സിമം സൈസ് 20 mm ആയിരിക്കണം. ഓക്കെ, 10 to 12 mm ഈസ് ഡിസൈറബിൾ ഫോർ സ്ട്രക്ചർ ഹാവിങ് കൺജസ്റ്റഡ് റീൻഫോഴ്സ്മെൻറ്റ്. മാക്സിമം 20 mm സൈസ് വരെയുള്ള അഗ്രിഗേറ്റേ പറ്റുള്ളൂ. കോഴ്സ് അഗ്രിഗേറ്റ് 10 to 12 mm ആണ് നമ്മൾ കൺജസ്റ്റഡ് റീൻഫോഴ്സ്മെൻറ്റ് കേസിൽ യൂസ് ചെയ്യുന്നത്. സൈസ് ഉള്ള അഗ്രിഗേറ്റ് ആണ്. ഇനി ഫൈൻ അഗ്രിഗേറ്റ് ക്യാൻ ബി നാച്ചുറൽ ഓർ മാനുഫാക്ചേർഡ് ആൻഡ് ഷുഡ് ബി യൂണിഫോം ഗ്രേഡിങ്. യൂണിഫോം ഗ്രേഡിംഗ് ഉള്ള ഫൈൻ അഗ്രിഗേറ്റ് ആയിരിക്കണം. ഓക്കെ, ടോട്ടൽ ഫൈൻ കണ്ടൻറ്റ് ഹയർ ആയിരിക്കണം, ഫ്ലൂയിഡിറ്റി സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ കെമിക്കൽ അഡ്മിക്ചേഴ്സ് സൂപ്പർ പ്ലാസ്റ്റൈസറാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വിസ്കോസിറ്റി മോഡിഫയിങ് അഡ്മിക്ചേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എയർ എൻട്രെയിനിങ് അഡ്മിക്ചറും അതുപോലെ തന്നെ റിട്ടാർഡറും നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, കെമിക്കൽ അഡ്മിക്ചറായിട്ട്. മിനറൽ അഡ്മിക്ചറായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലൈ ആഷും ഫൈബേഴ്സ്, സിലിക്ക ഫ്യൂം അങ്ങനത്തെ മിനറൽ അഡ്മിക്ചേഴ്സും യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ എന്ത് പറയുന്നത് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ടൈപ്സ് പവർ ടൈപ്പ് SSC, VMA ടൈപ്പ് SSC, കോമ്പിനേഷൻ ടൈപ്പ്. പൗഡർ ടൈപ്പ് SSC എന്ന് പറയുന്നത് എന്താണ്? പൗഡർ കണ്ടൻറ്റ് ഇൻക്രീസ് ചെയ്ത് ഫൈൻ അഗ്രിഗേറ്റിൻ്റെ പൗഡർ കണ്ടൻറ്റ് ഇൻക്രീസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ടൈപ്പ് ഓഫ് SSC നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് ഹൈ റേഞ്ച് വാട്ടർ റെഡ്യൂസർ, അതായത് സൂപ്പർ പ്ലാസ്റ്റൈസറാണ് നമ്മൾ ഇതിനകത്ത് ലാർജ് എമൗണ്ട് ഓഫ് ഫൈൻ അഗ്രിഗേറ്റും അതുപോലെ തന്നെ സൂപ്പർ പ്ലാസ്റ്റൈസറും നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ഫൈൻ ടൈപ്പ് SSC നമ്മൾ പൗഡർ ടൈപ്പ് SSC നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി VMA എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു വിസ്കോസിറ്റി മോഡിഫയിങ് അഡ്മിക്ചർ ടൈപ്പ് SSC ആണ്. ഇതിനകത്ത് നമ്മൾ വിസ്കോസിറ്റി മോഡിഫയിങ് അഡ്മിക്ചേഴ്സ് ആണ് ഇതിനകത്ത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സെഗ്രിഗേഷൻ കുറക്കാൻ വേണ്ടിയിട്ട് വിസ്കോസിറ്റി മോഡിഫയിങ് ടൈപ്പ് അഗ്രിഗേറ്റ് നമ്മൾ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫൈൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ കൺവെൻഷനിൽ എത്രയാണോ ആ സെയിം ഫൈൻ കണ്ടൻ്റ് ആണ്. പക്ഷേ എങ്കിൽ വിസ്കോസിറ്റി മോഡിഫയിങ് അഡ്മിക്ചേഴ്സ് യൂസ് ചെയ്തിട്ട് സെഗ്രിഗേഷൻ റെഡ്യൂസ് ചെയ്യും. പൗഡറിനകത്താണെങ്കിൽ നമ്മൾ അതിൻ്റെ പൗഡർ കണ്ടൻറ്റിൽ ഫൈൻ കണ്ടൻറ്റ് ഇൻക്രീസ് ചെയ്യും, സൂപ്പർ പ്ലാസ്റ്റൈസർ ആഡ് ചെയ്യും. ഇനി കോമ്പിനേഷൻ എന്ന് പറയുന്നത് പൗഡർ കണ്ടൻറ്റും അതിൻ്റെ കൂടെ അതുപോലെ തന്നെ നമ്മൾ ഈ VMA വിസ്കോസിറ്റി മോഡിഫയിങ് അഡ്മിക്ചറൂടെ കമ്പൈൻ ചെയ്തിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ കോമ്പിനേഷൻ ടൈപ്പ് എന്ന് പറയും. ഓക്കെ, ഇനി എന്താണ് അതിൻ്റെ സെൽഫ് കോമ്പാക്റ്റിംഗ് കോൺക്രീറ്റിൻ്റെ റിക്വയർമെൻറ്റ്സ് നോക്കാം. ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് SCC ആർ ദോസ് പ്രോപ്പർട്ടീസ് ഇൻ ഫ്രഷ് സ്റ്റേറ്റ്. The mixed design is focused on the ability to flow under its own weight without vibration and the ability to flow through heavily congested reinforcement under its own weight and the ability to retain homogeneity without segregation. നമ്മൾ പറഞ്ഞല്ലോ എന്താണ് ഇതിൻ്റെ റിക്വയർമെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ് കൺജസ്റ്റഡ് റീഇൻഫോഴ്സ്മെൻറ്റ് ഉള്ളിലൂടെ നമുക്ക് അതിനെ വിത്തൗട്ട് വൈബ്രേഷൻ യൂസ് ചെയ്യാതെ നമുക്കതിനെ ഫ്ലോ ചെയ്യാനുള്ള എബിലിറ്റി കോൺക്രീറ്റിന് അതിന് ഇറ്റ്സ് ഓൺ വെയിറ്റ് കൊണ്ട് ഫ്ലോ ചെയ്യിക്കുക അല്ലെങ്കിൽ കോമ്പാക്റ്റ് ചെയ്യിക്കുക. അതുപോലെ തന്നെ വിത്ത് സെഗ്രിഗേഷൻ ഇല്ലാതെ ഹോമോജനിറ്റി സെഗ്രിഗേഷൻ ഒന്നും ഇല്ലാതെ കൺജസ്റ്റഡ് റീഇൻഫോഴ്സ്മെൻറ്റ് ഇടയിൽ അത് കോമ്പാക്റ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് ഈ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം നമുക്ക്. ഈ SSCൻ്റെ ഫില്ലിംഗ് എബിലിറ്റി ഉണ്ടായിരിക്കണം, പാസിംഗ് എബിലിറ്റി ഉണ്ടായിരിക്കണം, സെഗ്രിഗേഷൻ റെസിസ്റ്റൻസ് ആയിരിക്കണം. അതാണ് മെയിൻ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഫില്ല് ചെയ്യാന്ന് വെച്ചാൽ വോയിഡ്സ് ഒക്കെ ഫില്ല് ചെയ്യാൻ പറ്റണം, കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്യാൻ പറ്റണം. ഓക്കെ, പിന്നെ പാസ് ചെയ്യാൻ കൺജസ്റ്റഡ് റീഇൻഫോഴ്സ്മെൻറ്റ് ഉള്ളിൽ കൂടി ഇത് പാസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കണം. സെഗ്രിഗേഷൻ എന്ന് വെച്ചാൽ എന്താണ് സെഗ്രിഗേഷൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? സെഗ്രിഗേഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം കൺസിസ്റ്റൻറ്റ് മെറ്റീരിയൽ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു അങ്ങനെ സെപ്പറേഷൻ ചെയ്യാതെ എന്താണ് സെഗ്രിഗേഷൻ റെസിസ്റ്റൻ്റ് ആയിരിക്കണം. ഓക്കെ, ഇതൊക്കെയാണ് അതിൻ്റെ മെയിൻ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമിന് ചോദിക്കുക എന്താണ് SSC എന്നായിരിക്കും. അപ്പോൾ എന്താണ് സെൽഫ് കോമ്പാക്റ്റിംഗ് കോൺക്രീറ്റ് എന്ന് പറയാം, അതിൻ്റെ മെറ്റീരിയൽസ് എന്താണെന്ന് പറയാം, അതിൻ്റെ ടൈപ്സ് പറയാം, അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് SSCൻ്റെ റിക്വയർമെൻറ്റ്സ് എന്നുള്ള കാര്യങ്ങളും പറയാം. ഇനി അടുത്ത പഠിക്കാനുള്ളത് നമുക്ക് എന്തൊക്കെയാണ് SSCൻ്റെ ടെസ്റ്റ് മെത്തേഡ്സ് എന്തൊക്കെയാണല്ലോ പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ സ്ലം ഫ്ലോ ടെസ്റ്റ് ഉണ്ട്, പിന്നെ V-funnel ടെസ്റ്റ് ഉണ്ട് SSCൻ്റെ കേസിൽ, പിന്നെ RJ റിംഗ് ടെസ്റ്റ് ഉണ്ട്. ഓക്കെ, പിന്നെ അതൊക്കെയാണ് മെയിനായിട്ടുള്ള 3 ടെസ്റ്റ്. അത് നിങ്ങൾ വായിച്ചു നോക്കുക കേട്ടോ. ആ 3 ടെസ്റ്റും വലിയ മനസ്സിലാക്കാനുള്ള ഈ പ്രൊസീജിയറും ഫിഗറും എല്ലാം കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ അതിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇനി എങ്ങനെയാണ് SSCൻ്റെ സ്ട്രക്ചറൽ പ്രോപ്പർട്ടി നമുക്ക് നോക്കാം. കംപ്രസീവ് സ്ട്രെങ്ത്, ടെൻസൈൽ സ്ട്രെങ്ത്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ആൻഡ് ഡ്യൂറബിലിറ്റി ഓഫ് വെൽ ഡിസൈൻഡ് SSC ആർ ഇൻ ദ സെയിം ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ആസ് ദ കൺവെൻഷനലി വൈബ്രേറ്റഡ് കോൺക്രീറ്റ്. ഓക്കെ, നമ്മൾ കൺവെൻഷനലി നമ്മൾ വൈബ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ കോമ്പാക്റ്റ് ചെയ്യുന്ന കോൺക്രീറ്റിൻ്റെ സെയിം കംപ്രസീവ് സ്ട്രെങ്ത്തും ടെൻസൈൽ സ്ട്രെങ്ത്തും അതുപോലെ തന്നെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടിയും പിന്നെ ഡ്യൂറബിലിറ്റിയും ഒക്കെ സെയിം ആയിരിക്കും SSCക്ക്. പക്ഷേ ഇത് എവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു കൺജസ്റ്റഡ് റീഇൻഫോഴ്സ്മെൻ്റ് ഉള്ള കേസിൽ നമുക്ക് വൈബ്രേറ്റർ വെച്ചിട്ട് കോമ്പാക്ഷൻ ചെയ്യാൻ പറ്റാത്ത കേസിലാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് നമ്മളിത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ള സ്റ്റെപ്പാണ്. ഫസ്റ്റ്
പ്രൊഡക്ഷൻ ഓഫ് ആൻഡ് പ്ലേസിങ് ഓഫ് SSC. അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് aggregate should come from some source. There should not be much variation in size, shape and moisture content. Then mixing. Any suitable mixer could be used. ഏത് മിക്സർ നമുക്ക് യൂസ് ചെയ്യാം. ജനറലി മിക്സിംഗ് നീഡ് നോട്ട് ബി ലോങ്ങർ ദാൻ ഫോർ കൺവെൻഷൻ കോൺക്രീറ്റിനേക്കാൾ കൂടുതലായിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ടൈം ഓഫ് അഡീഷൻ ഓഫ് അഡ്മിക്ചർ ഈസ് ഇമ്പോർട്ടൻറ്റ്. ദ സിസ്റ്റം ഷുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ഒപ്റ്റിമം ബെനിഫിറ്റ് ഡ്യൂറിങ് ട്രയൽ ഇറ്റ് സെൽഫ്. മിക്സിങ് നമ്മൾ ഏത് മിക്സ് വെച്ചിട്ട് നമുക്ക് കൺവെൻഷനിൽ യൂസ് ചെയ്യുന്ന ഏത് മിക്സ് വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഓക്കെ, പിന്നെ അടുത്തത് പ്ലേസിംഗ് ആണ്. ഫോം വർക്ക് മസ്റ്റ് ബി ഗുഡ് കണ്ടീഷൻ ടു പ്രിവെൻറ്റ് ലീക്കേജ്. Though it is easier to place SSC than ordinary concrete, the following rules to be followed to minimize the risk of segregation. Okay, അതായത് നമുക്ക് എളുപ്പത്തിൽ പ്ലേസ് ചെയ്യാൻ പറ്റും. സെൽഫ് കോമ്പാക്റ്റഡ് ആണ്, സോ എളുപ്പത്തിൽ പ്ലേസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് പ്ലേസ് ചെയ്യാൻ പറ്റും നമ്മൾ കൺവെൻഷൻ കോൺക്രീറ്റിനേക്കാൾ. നമ്മളിനി ഫോളോ ചെയ്യേണ്ട എന്തൊക്കെയാണ് അതിൻ്റെ സ്റ്റെപ്സ് നോക്കുക. ഇൻസ്ട്രക്ഷൻസ്: ലിമിറ്റ് വെർട്ടിക്കൽ ഫ്രീ ഫാൾ ഡിസ്റ്റൻസ് ടു 5 മീറ്റർ. 5 മീറ്റർ മുകളിൽ നമുക്കതിനെ വെർട്ടിക്കലി ഫോളോ ചെയ്യാൻ പാടില്ല. ലിമിറ്റ് ഓഫ് ഹൈറ്റ് ഓഫ് പോർ ലെഫ്റ്റ് ഓഫ് 500 mm കൂടുതൽ ഫോളോ ചെയ്യാൻ പാടില്ല. പെർമിസിബിൾ ഡിസ്റ്റൻസ് ഓഫ് ഹൊറിസോണ്ടൽ ഫ്ലോ എന്ന് പറയുന്നത് 10 മീറ്റേഴ്സ് ആയിരിക്കണം പോയിന്റ് ഓഫ് ഡിസ്ചാർജിന്. ഓക്കെ, ഇനി ക്യൂറിംഗ് ആണ്. ക്യൂറിംഗ് എന്താണ്? ക്യൂറിംഗ് മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. SSCൻ്റെ കേസിൽ കൺവെൻഷനിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓൺ അക്കൗണ്ട് ഓഫ് നോ ബ്ലീഡിംഗ് ഓർ വെരി ലിറ്റിൽ ബ്ലീഡിംഗ്, SSC ടെൻസ് ടു ഡ്രൈ ഫാസ്റ്റർ ആൻഡ് മേ കോസ് മോർ പ്ലാസ്റ്റിക് ശ്രിങ്കേജ് ക്രാക്കിംഗ്. ഓക്കെ, അതായത് പെട്ടെന്ന് തന്നെ എന്താണ് ഇതിനകത്ത് ഫാസ്റ്റായിട്ട് ഡ്രൈ ആവുന്നത് കൊണ്ട് തന്നെ ഇതിനകത്ത് പ്ലാസ്റ്റിക് ശ്രിങ്കേജ് ഉണ്ടാവാനും അതുവഴി ക്രാക്കിംഗ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ദർഫോർ ഇനീഷ്യൽ ക്യൂറിംഗ് ഷുഡ് ബി കമൻസ്ഡ് ആസ് സൂൺ ആസ് പ്രാക്ടിക്കബിൾ. Alternatively, the SSC must be effectively covered by polythene sheet. Due to the high content of powder, the SSC can show more plastic shrinkage or creep than ordinary concrete mix. Okay, അതാണ് മെയിൻ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അതായത് SSCൻ്റെ അകത്ത് എന്താണ്, SSCൻ്റെ അകത്ത് പൗഡർ കണ്ടൻറ്റ് കൂടുതലാണ്. അതുകൊണ്ട് പൗഡർ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് പ്ലാസ്റ്റിക് ശ്രിങ്കേജും കൂടുതലായിരിക്കും. പ്ലാസ്റ്റിക് ശ്രിങ്കേജ് ഉണ്ടാവും. എന്തൊക്കെയാണ് പ്ലാസ്റ്റിക് ശ്രിങ്കേജ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ ഉണ്ടാകുന്ന വോളിയം ചേഞ്ച്. ഓക്കെ, വോളിയം ചേഞ്ച്, വോളിയത്തിലുണ്ടാകുന്ന റിഡക്ഷൻ. സോ അതുവഴി അങ്ങനെ വോളിയം റിഡക്ഷൻ ഉണ്ടാകുമ്പോൾ എന്താണ്, ക്രാക്സ് ഉണ്ടാവും കോൺക്രീറ്റിനകത്ത്. ഓക്കെ, അതുപോലെ തന്നെ ക്രീപ്പും ഡെവലപ്പ് ചെയ്യും. ഓക്കെ, പൗഡേർഡ് എമൗണ്ട് കണ്ടൻറ്റ്, പൗഡർ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട്. There are disagreement on the above statement. This aspect should be considered. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ക്യൂറിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഇനീഷ്യലി നമ്മൾ ആസ് സൂൺ ആസ് പോസിബിൾ തന്നെ നമ്മൾ ക്യൂർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം. പോളിത്തീൻ ഷീറ്റ് കവർ ചെയ്തിട്ട് നമുക്ക് ക്യൂറിങ് ചെയ്യാമെന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി നിങ്ങളൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിഡക്ഷൻ ഓൺ സൈറ്റ് മാൻ പവർ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. റിലേറ്റീവ് ലോ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ആയിരിക്കും. റാപ്പിഡ് സ്ട്രെങ്ത് അച്ചീവ് ചെയ്യാൻ പറ്റും. സേഫർ ആൻഡ് ക്ലീനർ വർക്കിംഗ് എൻവയോൺമെൻറ്റിലായിരിക്കും. റെഡ്യൂസ് നോയ്സ് ലെവൽ ഡ്യൂ ടു അബ്സെൻസ് ഓഫ് വൈബ്രേഷൻ. അതൊക്കെയാണ് അഡ്വാൻറ്റേജ്. ആൻഡ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് SSC മോർ പ്രോൺ ടു സെറ്റിൽമെൻറ്റ്, ക്രാക്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ പൗഡർ ഫോമിലാണ്, അതുകൊണ്ട് ക്രാക്സ് ശ്രിങ്കേജ് ഉണ്ടാവും. സോ ക്രാക്സ് ഉണ്ടാവും. ഇൻക്രീസ്ഡ് ഫോം വർക്ക് പ്രഷർ റിക്വയർഡ്, സ്ലോവർ കാസ്റ്റിംഗ് റേറ്റ് ആയിരിക്കും. ഓക്കെ, ഫോം വർക്ക് പ്രഷർ കൂടുന്നതുകൊണ്ട് സ്ലോവർ കാസ്റ്റിംഗ് റേറ്റ് കുറയും. ഓക്കെ, മോസ്റ്റ് കോമൺ കോൺക്രീറ്റ് മിക്സർ ക്യാൻ ബി യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് SSC. മിക്സിംഗ് ടൈം ലോങ്ങർ ആയിരിക്കും, മിക്സിംഗ് ടൈം കൂടുതലായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് SSCൻ്റെ കേസിൽ പഠിക്കാനുള്ളത്. അടുത്ത ടോപ്പിക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എല്ലാവരും ഒന്ന് വായിച്ചൊക്കെ നോട്ടും കംപ്ലീറ്റ് ചെയ്യും. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കേട്ടോ.